Hi friends, welcome to our channel Basic EduSound. Today we are discussing about the differences between plant cells and animal cells. Both animal cells and plant cells are eukaryotic cells. They have some differences and similarities. Now we check the differences between plant cell and animal cells. Let's start. In the case of animal cells, they are smaller in size. It ranges from 10 to 30 micrometer. Otherwise, in the case of plant cells, larger than the animal cells. The normal ranges for the plant cells stretches from 10 to 100 micrometer. ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും വലിപ്പം തമ്മിൽ വ്യത്യാസമുണ്ട്. ജന്തുകോശം ചെറുതും എന്നാൽ സസ്യകോശം വലുതുമായിരിക്കും. Animal cells does not have a cell wall, but the plant cell have a cell wall composed of cellulose. The outer covering of animal cell is plasma membrane, but the outer covering of plant cell is cell wall outside the plasma membrane. അതായത് ജന്തുകോശങ്ങൾക്ക് ഒരു കോശഭിത്തി ഇല്ല, എന്നാൽ സസ്യകോശങ്ങൾക്ക് കോശഭിത്തിയുണ്ട്. അത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. പ്ലാസ്റ്റിഡ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ആനിമൽ സെൽസ്, ബട്ട് പ്ലാസ്റ്റിഡ്സ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽസ്. ജൈവകണങ്ങൾ ആനിമൽ സെൽസിൽ ഇല്ല, ജന്തുകോശത്തിൽ ജൈവകണങ്ങൾ ഇല്ല, എന്നാൽ സസ്യകോശങ്ങളിൽ ജൈവകണങ്ങൾ കാണപ്പെടുന്നു. ഇൻ ദി കേസ് ഓഫ് ആനിമൽ സെൽസ്, ദി ന്യൂക്ലിയസ് lies in the center of the cell, but in the plant cells, the nucleus lies on one side of the cell. ജന്തുകോശങ്ങളിൽ മർമ്മം എവിടെയാണ് കാണപ്പെടുന്നത്? അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. എന്നാൽ സസ്യകോശങ്ങളിൽ ഒരു വശത്തായിട്ടായിരിക്കും മർമ്മം കാണപ്പെടുന്നത്. Animal cell has many small vacuoles, but in plant cells, it has a single large vacuole. ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും വാക്യൂൾ അഥവാ ഫേനങ്ങൾ കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ ഒന്നിലധികം ചെറിയ ഫേനങ്ങൾ കാണപ്പെടുന്നു, എന്നാൽ സസ്യകോശങ്ങളിൽ ഒരു വലിയ ഫേനമായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് സസ്യകോശത്തിൽ മർമ്മം ഒരു വശത്തായി കാണപ്പെടുന്നത്. ലൈസോസോംസ് ആർ പ്രസൻറ്റ് ഇൻ all animal cells, but lysosomes are rarely found in plant cells. ജന്തുകോശങ്ങളിൽ ലൈസോസോം കാണപ്പെടുകയും എന്നാൽ സസ്യകോശങ്ങളിൽ വളരെ കുറവായിട്ട് മാത്രമേ ലൈസോസോം കാണപ്പെടുന്നുള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് ആർ ആബ്സെൻറ്റ് ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് ആനിമൽ സെൽ. അതർവൈസ് Chloroplasts are present in the cytoplasm of plant cells. ഹരിതകം. ജന്തുകോശങ്ങളിൽ ഹരിതകം കാണപ്പെടുന്നില്ല, എന്നാൽ സസ്യകോശങ്ങളിൽ ഹരിതകം കാണപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ബൈ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. സെൻട്രിയോൾസ് ആൻഡ് സെൻട്രോസോംസ് ആർ പ്രസൻറ്റ് നിയർ ദി ന്യൂക്ലിയസ് ഇൻ ആനിമൽ സെൽസ്. Otherwise, in the case of plant cells, the centrioles are absent, but the centrosomes are present, which is simpler and play a role in cell division. അങ്ങനെ ജന്തുകോശങ്ങളിൽ സെൻട്രിയോൾസും സെൻട്രോസോംസും ന്യൂക്ലിയസിനായി അടുത്തായിട്ട് കാണപ്പെടുകയും എന്നാൽ സസ്യകോശങ്ങളിൽ സെൻട്രിയോൾസ് ഉണ്ടായിരിക്കുകയില്ല, സെൻട്രോസോംസ് ഉണ്ട്, അത് വളരെ സിമ്പിളായിരിക്കും. ഇതാണ് സെൽ ഡിവിഷന്, കോശവിഭജനത്തിന് സഹായിക്കുന്നത്. മൈറ്റോകോൺട്രിയ ഈസ് പ്രസൻറ്റ് ഇൻ ആനിമൽ സെൽസ് വിച്ച് ഈസ് ന്യൂമറസ് ഇൻ നമ്പർ. ആനിമൽ സെൽസ് യൂസ് മൈറ്റോകോൺട്രിയ ടു കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി, ബട്ട് മൈറ്റോകോൺട്രിയ ആർ പ്രസൻറ്റ്
least and fewer numbers in plant cells. Plant cells use both chloroplast and mitochondria to make energy from light, air and water. ഊർജോൽപാദനത്തിന് വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയയാണ് ജന്തുകോശങ്ങൾ ആശ്രയിക്കുന്നത്. എന്നാൽ സസ്യകോശങ്ങളാകട്ടെ ക്ലോറോപ്ലാസ്റ്റിനെയും ഹരിതകങ്ങളെയും മൈറ്റോകോൺട്രിയയെയും ഊർജോൽപാദനത്തിന് ആശ്രയിക്കുന്നു. സസ്യത്തിന് ആഹാരം പാകം ചെയ്യാൻ ഹരിതകം സഹായിക്കുന്നു. Single, highly complex and prominent Golgi apparatus is present in animal cells. In the case of plant cells, many simpler unit of Golgi apparatus is called dictyosomes. ജന്തുകോശങ്ങളിൽ വലിയൊരു ഗോൾജി അപ്പാരറ്റസ് ആയി കാണപ്പെടുന്നു. എന്നാൽ സസ്യകോശങ്ങളിൽ ഗോൾജി അപ്പാരറ്റസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് കാണപ്പെടുന്നത്. ഇതിനെ ഡിക്റ്റിയോസോംസ് എന്നാണ് പറയുന്നത്. അനിമൽ സെൽസ് ടേക്ക് ഫുഡ് ഫ്രം അതർ സോഴ്സ്. ദാറ്റ് മീൻസ് ദി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹെറ്ററോട്രോഫിക്. ബട്ട് ദി പ്ലാന്റ് സെൽസ് മേക്ക് ദെയർ ഓൺ ഫുഡ് ത്രൂ ദി പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. That means the mode of nutrition is primarily autotrophic. ജന്തുകോശങ്ങൾ മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് ആഹാരം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജന്തുക്കളെ നമുക്ക് പരപോഷികൾ എന്ന് വിളിക്കാം. സസ്യകോശങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നു. അതുകൊണ്ട് ഇവയെ സ്വപോഷികൾ എന്ന് വിളിക്കാം. Animal cells stores glucose in the form of glycogen. Plant cells stores glucose in the form of starch. ജന്തുകോശങ്ങളിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്. എന്നാൽ സസ്യകോശങ്ങളിൽ ഗ്ലൂക്കോസിനെ അന്നജത്തിൻ്റെ അഥവാ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് കൂടെ പറയണേ. In animal cells, the cell size is smaller. Otherwise, the plant cells, cell size is larger. Cell wall is absent in animal cells. Cell wall is present in plant cells. Plastids are absent in the animal cells. Plastids are present in plant cells. In the case of animal cells, nucleus lies in the center of the cell. In the case of plant cells, nucleus lies one side of the cell. Animal cell has many small vacuoles, but plant cell has single large vacuoles. Lysosomes are found in all animal cells. The lysosomes are rarely found in plant cells. Chloroplasts are absent in the animal cells. Chloroplasts are present in the plant cells. Centrioles are near the nucleus in the case of animal cells, but the centrioles are absent in the plant. Animal cells use mitochondria to convert food into energy. Plant cells use both chloroplast and mitochondria to make energy. Animal cells take food from other source, but plant cells make their own food through the process of photosynthesis. Animal cells stores glucose in the form of glycogen. Plant cells stores glucose in the form of starch. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.